സുനിൽ കനകലു ടീമിൻ്റെ കണക്ക് പ്രകാരം UDF അധികാരത്തിൽ വരാനുള്ള സാധ്യതകൾ വളരെ കുറവായിരുന്നു എന്ന രീതിയിലാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അവർ KPCCക്കും AICCക്കും ഒക്കെ കൊടുത്തുകൊണ്ടിരുന്ന വിവരം അങ്ങനെ തന്നെയാണ്. എന്നാൽ VD സതീശൻ്റെ കോൺഫിഡൻസ് അതൊന്നൊരു അപാര കോൺഫിഡൻസ് ആണ്. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ VD സതീശൻ പറയുന്നു 100-ലധികം സീറ്റ് നേടി ടീം UDF അധികാരത്തിലെത്തുമെന്ന് അദ്ദേഹം അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നു. ഈ സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് അധികാരത്തിലേക്ക് ഇത്രയും വലിയ സീറ്റ് മേടിച്ച് അധികാരത്തിലേക്ക് വരാൻ വേണ്ടി ശക്തി നൽകിയത് എന്നുള്ളതാണ്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കാം, സുനിൽ കനകലുവിനെ അറിയായിരുന്നോ പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണൻ വിമത സ്ഥാനാർത്ഥിയാവുന്നു? അദ്ദേഹം കുറെ ഡാറ്റകൾ വെച്ച് കുറെ കളി കളിച്ചു എന്നല്ലാതെ മറ്റൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് 2 മാസക്കാലം സുനിൽ കനകലു ഒന്നും വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ തന്നെ ഒരു വീഡിയോ വരുന്നുണ്ട്. തെലങ്കാനയിൽ കോൺഗ്രസ് തിരിച്ചു വന്നതുപോലെ അല്ല കേരളത്തിൽ കോൺഗ്രസ് തിരിച്ചു വന്നത് നമ്മൾ കാണേണ്ടതുണ്ട്. ഇത് സുനിൽ കനകലു ആണ് ഞാൻ കേരളത്തിൽ അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവന്നൊക്കെ അദ്ദേഹത്തിന് വേണമെങ്കിൽ കേരളത്തിന് പുറത്തെവിടെയെങ്കിലും പോയി പറയാം. രാജേഷ് നമസ്കാരം. രാജേഷ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സുനിൽ കനകലു ടീമിൻ്റെ വലിയ തള്ളലുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. കാരണം 2026 നടന്ന ഈ ഒരു കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VD സതീശൻ സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ അല്ലെങ്കിൽ UDFനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരുടെ തന്ത്രമാണ് വിജയിച്ചത് എന്നുള്ള രീതിയിൽ VD സതീശൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആദ്യം തന്നെ ഈ സുനിൽ കനകലു ലക്ഷ്യ എന്ന് പറഞ്ഞുകൊണ്ട് വയനാട്ടിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഈ കനകലു ടീം ഒരു ടീമേ അല്ല, വെറും അവർ അവതരിപ്പിച്ച എല്ലാ കാര്യങ്ങളെയും അവിടെ വെച്ച് തന്നെ തള്ളിക്കളഞ്ഞാണ്. അതിനുശേഷം ഇപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ അവകാശവാദം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സുനിൽ കനകലു ടീമാണ് കേരളത്തിൽ വിജയം ഒരുക്കിയത് എന്നുള്ളതാണ്. എന്നാൽ സത്യത്തിൽ സുനിൽ കനകലു ടീമിൻ്റെ കണക്ക് പ്രകാരം UDF അധികാരത്തിൽ വരാനുള്ള സാധ്യതകൾ വളരെ കുറവായിരുന്നു എന്ന രീതിയിലാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അവർ KPCCക്കും AICCക്കും ഒക്കെ കൊടുത്തുകൊണ്ടിരുന്ന വിവരം അങ്ങനെ തന്നെയാണ്. എന്നാൽ VD സതീശൻ്റെ കോൺഫിഡൻസ് അതൊന്നൊരു അപാര കോൺഫിഡൻസ് ആണ്. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ VD സതീശൻ പറയുന്നു 100-ലധികം സീറ്റ് നേടി ടീം UDF അധികാരത്തിലെത്തുമെന്ന് അദ്ദേഹം അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നു. ടീം UDF എന്ന് പറയുമ്പോഴത്തേക്ക് അത് VD സതീശൻ്റെ വിജയമാണ്, അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയുടെ വിജയമാണ്, അതോടൊപ്പം തന്നെ KC വേണുഗോപാലിൻ്റെയും PK കുഞ്ഞാലിക്കുട്ടിയുടെയും ഷിബു ബേബി ജോൺ ഉൾപ്പെടെ എല്ലാ ഘടകകക്ഷി നേതാക്കന്മാരുടെയും കൂടെ ഒരു വിജയമാണിത്. ഇതിന് സുനിൽ കനകലുവിൻ്റെ എന്തെങ്കിലും തന്ത്രങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തന്ത്രവും ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കില്ലേ? തീർച്ചയായും സുനിൽ കനകലുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ ഡാറ്റ കൊണ്ടുള്ള കളിയല്ലാതെ ജനഹൃദയങ്ങളിലേക്ക് എങ്ങനെയാണ് സുനിൽ കനകലു കടന്നു ചെല്ലാൻ പറ്റുന്നത്? അദ്ദേഹത്തിന് ഒരിക്കലും അത്തരത്തിലുള്ള ഒരു തന്ത്രങ്ങളൊന്നും മെനയാൻ പറ്റുന്ന ഒരാളായിരുന്നു നമുക്ക് കേരളത്തിൽ ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കേരളത്തിലെ ഒരു കോൺഗ്രസ്സുകാരനും അല്ലെങ്കിൽ ഒരു UDFകാരനും സുനിൽ കനകലു ആണ് ഞങ്ങളെ അധികാരത്തിൽ എത്തിച്ചതെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇവിടെ ഉണ്ടായ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിണറായി വിരുദ്ധ തരംഗം ഉണ്ട് എന്നത് കൃത്യമായി മനസ്സിലാക്കുകയും ആ തരംഗം കൃത്യമായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഓരോ പ്രദേശങ്ങളിലും എന്തൊക്കെ സ്ട്രാറ്റജി ഉണ്ടാക്കണം എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് VD സതീശന് ധാരണയുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആലപ്പുഴയിലും മറ്റ് പ്രദേശങ്ങളിലും ഏതൊക്കെ തരത്തിലുള്ള രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയ്ക്ക് ധാരണയുണ്ടായിരുന്നു. ഓൾ ഓവർ കേരളയിൽ എന്തൊക്കെ നിലപാടുകൾ സ്വീകരിക്കണം, ആരൊക്കെ ആയിരിക്കണം സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറഞ്ഞത് KC വേണുഗോപാലിന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. ഈ സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് അധികാരത്തിലേക്ക് ഇത്രയും വലിയ സീറ്റ് മേടിച്ച് അധികാരത്തിലേക്ക് വരാൻ വേണ്ടി ശക്തി നൽകിയത് എന്നുള്ളതാണ്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കാം, സുനിൽ കനകലുവിനെ അറിയായിരുന്നോ പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണൻ വിമത സ്ഥാനാർത്ഥിയാവുന്നു? ഒരിക്കലുമില്ല. തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ വിമത സ്ഥാനാർത്ഥിയാവുമെന്ന് ഈ സുനിൽ കനകലുവിന് എപ്പോഴെങ്കിലും അറിയാമായിരുന്നു? ഒരിക്കലുമില്ല. മാത്രമല്ല സുനിൽ കനകലു വിചാരിച്ചു കഴിഞ്ഞാൽ CPM എന്ന് ആരെങ്കിലും വിമത സ്ഥാനാർത്ഥിയായി കൊണ്ടുവരാൻ പറ്റുമോ? അമ്പലപ്പുഴയിൽ G സുധാകരനെ കൊണ്ടുവന്ന KC വേണുഗോപാലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ പറയുന്നത് ഇദ്ദേഹം കുറെ ഡാറ്റകൾ വെച്ച് കുറെ കളി കളിച്ചു എന്നല്ലാതെ മറ്റൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് 2 മാസക്കാലം സുനിൽ കനകലു ഒന്നും വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ തന്നെ ഒരു വീഡിയോ വരുന്നുണ്ട്, സുനിൽ കനകലു ഓടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. കാരണം സുനിൽ കനകലുവിനൊന്നും യഥാർത്ഥത്തിൽ കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് മറ്റ് സ്റ്റേറ്റിൽ പോലെ സമാനമായതല്ല. കേരളത്തിൽ മറ്റു പല ഘടകങ്ങളെയും ആശ്രയിച്ചാണ് UDF LDF അധികാരത്തിൽ വരുന്നത്. മറ്റ് സ്റ്റേറ്റുകളിലെ പോലെയല്ല. ഇപ്പൊ തെലങ്കാനയിൽ കോൺഗ്രസ് തിരിച്ചു വന്നതുപോലെ അല്ല കേരളത്തിൽ കോൺഗ്രസ് തിരിച്ചു വന്നത് നമ്മൾ കാണേണ്ടതുണ്ട്. ഇത് സുനിൽ കനകലു ആണ് ഞാൻ കേരളത്തിൽ അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവന്നൊക്കെ അദ്ദേഹത്തിന് വേണമെങ്കിൽ കേരളത്തിന് പുറത്തെവിടെയെങ്കിലും പോയി പറയാം. അടുത്ത ഇലക്ഷൻ നടക്കാൻ പോകുന്ന സ്ഥലത്ത് പറയാം ഞാനാണ് അവിടെ കോൺഗ്രസിന് അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. കർണാടകത്തിലും പറയാൻ പറ്റില്ല. DK ശിവകുമാറിന് അറിയാം എന്താ സംഭവിച്ചെന്നുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഹിന്ദി നാടുകളിലൊക്കെ പോയി പറയാം ഞാനാണ് അവിടെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്, വേണം എൻ്റെ കൺസൾട്ടൻസി ഒക്കെ എടുത്താൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അല്ലാതെ സുനിൽ കനകലു യഥാർത്ഥത്തിൽ പ്ലാൻ ചെയ്ത പ്രകാരമേ ആയിരുന്നില്ല ഇവിടുത്തെ സ്ഥാനാർത്ഥി നിർണയം.
പല സ്ഥലങ്ങളിലും സുനിൽ കനകോലു നിർദ്ദേശിച്ച സ്ഥാനാർത്ഥി ഉള്ള രീതിയെ ആയിരുന്നില്ല കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്ന് നമ്മളിൽ കാണേണ്ടതുണ്ട്. അതിൽ വി.ഡി. സതീശൻ എന്തുകൊണ്ടാണ് 100 സീറ്റിലധികം നേടി അധികാരത്തിൽ വരും എന്ന് പറഞ്ഞത്? അദ്ദേഹം ഓരോ മണ്ഡലത്തിലും കൃത്യമായി സ്റ്റഡി നടത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെതായ ഒരു ടീം കൃത്യമായി ഇത് ഓരോ സ്ഥലങ്ങളിലും ആരായിരിക്കണം സ്ഥാനാർത്ഥി എന്നും എന്തായിരിക്കണം ഓരോ സ്ഥലങ്ങളിലും സ്വീകരിക്കേണ്ട നയം എന്നതിനെക്കുറിച്ച് കൃത്യമായി പഠനം നടത്തിയിരുന്നു. കാരണം അദ്ദേഹം ഈ 3 ഉപതെരഞ്ഞെടുപ്പുകളുണ്ട് അതിന് മുന്നേ, നമ്മൾ അതുകൂടി പരിശോധിക്കണം. ഇപ്പൊ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും ഒക്കെ അദ്ദേഹത്തിന് നൽകിയ കോൺഫിഡൻസ് എന്ന് പറയുന്നത് വലുതായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് അറിയാം ഓരോ സ്ഥലങ്ങളിൽ എന്ത് സ്ട്രാറ്റജിയാണ് സ്വീകരിക്കേണ്ടതെന്ന്. നിത്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും ഓരോ പ്രദേശത്തെയും കൈവെള്ളയിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കന്മാരോടാണ് സുനിൽ കനകോലു വന്നിട്ട് പറയുന്നത്, ഞാൻ പറഞ്ഞുതരാന്ന്, നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കണം ഞാൻ പറഞ്ഞുതരാന്ന് പറയുന്നത് എത്ര അബദ്ധമാണെന്ന് നോക്കണം. കാരണം കേരളത്തിന്റെ രാഷ്ട്രീയപരമായ ചില പ്രത്യേകതകൾ വെച്ച് എപ്പോഴും ഓരോ തവണയും മാറി മാറി അധികാരത്തിൽ വരിക എന്നുള്ളതാണ് കേരളത്തിലെ ഒരു രാഷ്ട്രീയ. ഇപ്പൊ നമുക്കറിയാം ഒറ്റത്തവണ മാത്രമാണ് അതിനൊക്കെ മാറ്റം വന്നത്. അങ്ങനെയാണ് 10 വർഷം പിണറായി വിജയൻ ഇവിടെ സ്റ്റേറ്റ് ഭരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായത്. പക്ഷെ അതിന് അന്ത്യം കുറിക്കപ്പെടും എന്നുള്ളത് സാമാന്യമായി രാഷ്ട്രീയത്തെ സീരിയസ് ആയി കാണുന്ന ഒരാൾക്ക് മനസ്സിലാവുന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഒരു വലിയ രീതിയിലുള്ള തിരിച്ചടി LDF ഉണ്ടാവും എന്നുള്ളത് LDF നേതാക്കന്മാർക്കും അറിയാമായിരുന്നു. നമ്മളിൽ കണ്ടില്ല. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് ഈ വിജയം ഉറപ്പിച്ച ഉടനെ തന്നെ സുനിൽ കനകോലുവിനെ സെറ്റിൽ ചെയ്ത ആ ടീമിനെ മുഴുവൻ പിരിച്ചുവിട്ടു എന്നുള്ളതാണ് വാസ്തവം. അതുകൂടാതെ തന്നെ സുനിൽ കനകോലു എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, കാരണം വലിയ ഒരു ഭൂരിപക്ഷത്തോടു കൂടിയിട്ടൊന്നും ഒരു കാരണവശാലും UDF അധികാരത്തിൽ വരത്തില്ല എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു. അതുകൂടാണ്ട് മറ്റൊരു കാര്യമാണ് ഈ സുനിൽ കനകോലു പറഞ്ഞിരുന്നത്, ഒരു നിയോജക മണ്ഡലത്തിൽ തന്നെ 2ഉം 3ഉം ആളുകളെ നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ആ ആളുകളിൽ നിന്ന് 80-85% ആളുകളെയാണ് UDF സെലക്ട് ചെയ്തത് എന്ന് പറയുന്നു. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ വൈപ്പിനിൽ ഇപ്പോൾ ടോണി ചമ്മണി, ഇപ്പം അങ്ങനെ 2-3 പേരുടെ പേര് സ്വാഭാവികമായിട്ട് നിർദ്ദേശിക്കും അവിടെ വരാൻ സാധ്യതയുള്ളത്. പിന്നെ അതുകൊണ്ട് തൃപ്പൂണിത്തുറയിൽ ദീപക് ജോയ്, വേറെ രാജു പി നായർ, അങ്ങനെ 2-3 പേരുടെ പേര് നിർദ്ദേശിക്കും. ഇവരിൽ ആരെങ്കിലും ഒരാളാണ് വരാൻ സാധ്യതയുള്ളത്. പക്ഷേ ഒരു കാരണവശാലും ആലപ്പുഴയിൽ AD തോമസിനെ പോലുള്ള ഒരാളെ മത്സരിപ്പിച്ചാൽ ആ സീറ്റ് പിടിക്കാമെന്ന് കനകോലു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സന്ദീപ് വാര്യര് തൃക്കരിപ്പൂര് പോയി മത്സരിച്ച് ജയിക്കൂന്ന് പറഞ്ഞിട്ടില്ല. കാരണം തൃക്കരിപ്പൂരൊക്കെ ഒരു കാരണവശാലും കോൺഗ്രസിന് കിട്ടില്ലാത്തൊരു സീറ്റാണ്. ഉദുമ ഒരു കാരണവശാലും സാധ്യതയേ ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഈ കണക്കുകൂട്ടലുകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് UDF ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ വലിയ വിജയം നേടിയിട്ട്. പിന്നെ ഏറ്റവും അവസാനം ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ V കുഞ്ഞികൃഷ്ണന്റെയും അതോടൊപ്പം തന്നെ TK ഗോവിന്ദന്റെയും നിലപാട് മാറ്റമാണ്. അതോടൊപ്പം തന്നെ G സുധാകരന്റെ നിലപാട് മാറ്റം. ഈ 3 നിലപാട് മാറ്റങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന് ഇത്രയും വലിയൊരു വിജയം കേരളത്തിൽ സമ്മാനിച്ചതെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അല്ല, അത് അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇതൊന്നും കനകോലു എഫക്റ്റ് അല്ല. കനകോലുവിന് അത്തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലും നടത്താൻ വേണ്ടി കേരളത്തിൽ പറ്റില്ല. ഇത് കേരളം എന്ന് പറയുന്നത്, കേരളത്തിൽ വി.ഡി. സതീശൻ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, കേരളത്തിന്റെ രാഷ്ട്രീയ കൃത്യമായി അറിയാവുന്ന ആളുകളാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഏത് രീതിയിൽ ഇലക്ഷനെ നേരിടാം എന്നെ കുറിച്ച് വളരെ വ്യക്തതയോടുകൂടിയാണ് ഞങ്ങൾ ഇലക്ഷനിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫലമായിരുന്നല്ലോ ഈ 4 മാസം 5 മാസം മുന്നേ നടന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ്. അതിൽ കനകോലു എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു? ഇല്ല, ഒന്നുമില്ലല്ലോ. അതിന്റെ തുടർച്ചയായിരുന്നു ഈ ഇലക്ഷനിൽ നമ്മൾ കണ്ടത്. ഈ ഇത്തരത്തിൽ ഒരു കൃത്യമായ ഒരു വിജയം ഉണ്ടാവും എന്ന് വി.ഡി. സതീശന് കുറച്ചും കൂടി ശക്തി പകർന്നത് ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് വിജയമായിരുന്നു നമ്മൾ കാണണം. അതിൻ്റെ കൂടി വിജയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വളരെ കൃത്യമായി കണക്കെടുപ്പുകൾ നടത്തിയാണ് അദ്ദേഹം പ്രവചിച്ചത് 100-ലധികം സീറ്റ് കിട്ടും എന്ന്. അല്ലാതെ കനകോലു എന്തെങ്കിലും ഒരു സിദ്ധാന്തം ഉണ്ടാക്കി അത് ജനങ്ങളിലേക്ക് അങ്ങ് പകർന്നു കൊടുത്ത് ജനങ്ങൾ കംപ്ലീറ്റ് അത് വിഴുങ്ങിയതിന് ശേഷം ഈ നേരെ പോയി UDF വോട്ട് ചെയ്തു എന്ന് പറയുന്നതൊക്കെ മൂഢന്മാർ വിശ്വസിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഈ കേരളമായിട്ട് ഒരു ബന്ധമില്ലാത്ത സ്ഥലങ്ങളിൽ പോയി പറഞ്ഞ ആളുകൾ വിശ്വസിക്കും. പക്ഷെ കേരളത്തിൽ ഈ പരിപ്പ്, കനകോലുവിന്റെ പരിപ്പ് എന്തായാലും വെന്തിട്ടില്ല. അത് വേവാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ള നമ്മളിൽ പറയേണ്ടത്. കാരണം പല സ്ഥാനാർത്ഥികൾക്കും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ള സമയത്തും അവിടെയൊക്കെ കൃത്യമായ ഇടപെടലുകൾ നടത്തുകയും ആവശ്യത്തിനുള്ള റിസോഴ്സുകൾ അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്തിരുന്ന KC വേണുഗോപാൽ. അല്ല, അതാ ഞാൻ പറഞ്ഞത്, ഇത് DK ശിവകുമാറിനൊക്കെ വളരെ വ്യക്തമായിട്ട് ഞാൻ സൂചിപ്പിച്ചതാണ്. ഈ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ചില സ്ഥാനാർത്ഥികളുണ്ട്.
അവരെ സാമ്പത്തികമായി പിന്തുണച്ചാൽ മാത്രമേ അവർക്ക് അവിടെ വിജയിച്ച് കയറാൻ പറ്റുമെന്ന് അവർക്കറിയാം. അതേസമയം ആ സ്ഥാനാർത്ഥിയെ തന്നെ അവിടെ പരിഗണിക്കുകയും വേണം. കനകോലുവിന്റെ ലിസ്റ്റിലൊന്നും അത്ര ആളുകളില്ല. അല്ല, ഈ തോമസ് എന്ന് പറയുന്ന മർദ്ദനമേറ്റ തീർച്ചയായും തോമസ് അല്ലാത്തൊരു സ്ഥാനാർത്ഥി UDF ഒരിക്കലും ആലോചിക്കാൻ പോലും പറ്റില്ല. പക്ഷെ അങ്ങനത്തെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നത് KC വേണുഗോപാലിനെ പോലുള്ള ഒരാളുടെ മിടുക്കാണ്. അവിടെ ഷുക്കൂർ മത്സരിക്കട്ടെ എന്നായിരുന്നു ആദ്യം എല്ലാവരുടെ നിലപാട്. പക്ഷേ ഷുക്കൂർ അല്ല, അവിടെ ഒരു പുതിയ മുഖം വരണമെന്നും പ്രത്യേകിച്ചിട്ടും എ.ഡി. തോമസിന്റെ മറ്റൊരു പ്രത്യേകത, അദ്ദേഹം അവിടെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് എന്നുള്ളതല്ല, ഒരു വർഷം മുന്നേ അദ്ദേഹത്തെ വളരെ മൃഗീയമായി മർദ്ദനത്തിന് ഇരയായ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് എന്നുള്ളതിൽ അദ്ദേഹത്തിനോട് അവിടെയുള്ള ആളുകൾക്ക് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആളുകൾക്കും സിമ്പതി ഉണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് എ.ഡി. തോമസിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത്. അല്ലാതെ കനകോലു എന്തെങ്കിലും തരത്തിൽ ജാതകം നോക്കിയിട്ട് എന്നാ പിന്നെ എ.ഡി. തോമസ് അവിടെ സ്ഥാനാർത്ഥിയാവണം എന്ന് തീരുമാനിച്ചല്ല. അതുകൊണ്ട് VD സതീശനും ടീമും നടത്തിയ കൃത്യമായ പഠനത്തിന്റെ ഫലമായിട്ടാണ് ഈ സ്ഥാനാർത്ഥി. ഇപ്പൊ നമുക്ക് അതിൽ വളരെ വ്യക്തം, ഞാൻ ഏറ്റവും അവസാനമായി കനകോലുവിന്റെ ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് കണ്ട ആളാണ്, സിബിയും കണ്ടിട്ടുള്ളത്. അതില് പരമാവധി അധികാരത്തിൽ വന്നാൽ തന്നെ 78 സീറ്റ് മാത്രമാണ് UDF ഇദ്ദേഹം പ്രവചിച്ചിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും 68 മുതൽ 78 വരെയുള്ള സീറ്റാണ് UDF. ഒരു പക്ഷേ ഭരണം കിട്ടിയില്ല എന്ന് വരാം. അഥവാ കിട്ടിയാൽ തന്നെ 78 സീറ്റ് വരെ മാത്രമേ മാക്സിമം കിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇല്ല, അത് കൂടാതെ തന്നെ KC വേണുഗോപാൽ ചെയ്തതിന് പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, സമ്പന്നരായിട്ടുള്ള മറ്റ് സംസ്ഥാനത്തെ പല MP-മാരെയും MLA-മാരെയും ഒക്കെ കേരളത്തിൽ കൊണ്ടുവന്ന് ഓരോ നിയോജക മണ്ഡലത്തിന്റെ ചുമതല കൊടുത്തു. ആ നിയോജക മണ്ഡലത്തിന്റെ ചുമതല കൊടുക്കുന്നതോടെ എന്താണ് സംഭവിക്കുന്നത്? അവരെ സംബന്ധിച്ചിട്ട് ഇപ്പം ഇവിടെ കേരളത്തിൽ ഒരു ബൂത്ത് ഭാരവാഹിക്ക് കിട്ടുന്നത് 25,000-30,000 രൂപയ്ക്ക് ആയിരിക്കും. പക്ഷേ ഇത് കർണാടകത്തിലും തെലങ്കാനയിലും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 30 ലക്ഷമൊക്കെ ആയിരിക്കുവാണെങ്കിൽ ഒരു ബൂത്തിൽ കൊടുക്കേണ്ടി വരിക, അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിൽ കൊടുക്കേണ്ടി വരിക. അപ്പോൾ ഇവരെ സംബന്ധിച്ചിട്ട് അതൊക്കെ ചെറിയൊരു പീനട്സ് മാത്രമാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക സപ്പോർട്ട് കൂടി ഈ പറഞ്ഞ MP-മാരും MLA-മാരും ചുമതല ഉണ്ടായിരുന്ന ആളുകൾ അവിടെ മത്സരിച്ചിരുന്ന സ്ഥാനാർത്ഥിക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല MLA-മാർക്കും ഇപ്രാവശ്യം യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ഭാരവും ഒരാൾക്കും ഇല്ല എന്നുള്ളതാണ്. ഈ പരാജയപ്പെട്ടു പോയ MLA-മാർക്ക് പോലും യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ഭാരവും ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അത് KC വേണുഗോപാൽ എന്ന ഒരു നേതാവിന്റെ കഴിവ് തന്നെയാണ്. ഈ പറയുന്ന കനകോലുവിന് വലിയ ധാരണ ഉണ്ടായിരുന്നെങ്കിൽ TN പ്രതാപൻ അവിടെ തോൽക്കുമെന്ന് കനകോലു മനസ്സിലാക്കണമായിരുന്നു. ഒരിക്കൽ പോലും TN പ്രതാപൻ തോൽക്കുമെന്ന് കനകോലു പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ കഴക്കൂട്ടത്ത് ഇദ്ദേഹം തോൽക്കും, ശരത്ചന്ദ്ര പ്രസാദ് തോൽക്കും എന്ന് ഇദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല. ഈ സ്ഥലങ്ങളിലൊക്കെ നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും അല്ലെങ്കിൽ നേരിയ വോട്ടിലെങ്കിലും ജയിച്ചു കയറും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ റിപ്പോർട്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് പരാജയപ്പെട്ടു എന്ന് തന്നെയാണ്. ഒന്ന്, അദ്ദേഹത്തിന് 78 സീറ്റിൽ കൂടുതൽ കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ കനകോലു അവിടെ അവസാനിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് സുനിൽ കനകോലു ഇഫക്റ്റാണ് കേരളത്തിലുണ്ടായ UDFന്റെ വിജയം എന്ന് പറയുന്നത് പൊട്ടത്തെറ്റാണ്. ഇത്തരത്തിലുള്ള അബദ്ധങ്ങളുമായി എഴുന്നള്ളിച്ച് കേരളത്തിലേക്ക് വരരുത് എന്ന് മാത്രമാണ് ഈ സുനിൽ കനകോലുവിനോട് നിർദ്ദേശിക്കാനുള്ളത്.